ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്കാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രസ്റ്റ് മിൽക്കിന് പല കളേഴ്സുകൾ കാണാനായിട്ട് പറ്റും. അതായത് ചിലപ്പോൾ യെല്ലോ, അല്ലെങ്കിൽ റെഡ്, പിങ്ക്, ഈവൻ ഓറഞ്ച് കളറിൽ വരെ കാണാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടാണ് അതായത് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ജിസ്മി, ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ നിറങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അത് നോർമലാണ് കേട്ടോ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ടതായിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കളറ് നമുക്ക് യെല്ലോ കളർ നോക്കാം. ഇത് നോർമലായിട്ടുള്ള കളറാണ്. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ലേഡിയുടെ ശരീരത്തിൽ നിന്ന് ഫസ്റ്റ് പുറപ്പെടുന്ന പാലിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രം യൂഷ്വലി മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഒത്തിരി ഇമ്മ്യൂണോഗ്ലോബിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാലാണ് ഇത്. അപ്പോൾ ഇത് കുഞ്ഞിലേക്ക് എത്തിക്കുന്നത് വളരെ കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ യെല്ലോ കളറിലുള്ള പാലെന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വൈറ്റ് കളറുള്ള പാല് നോക്കാം. വൈറ്റാണ്, ഇതാണ് യൂഷ്വലി. പിന്നെ അങ്ങോട്ടുള്ള പാല് വൈറ്റ് കളറിലാണ് അല്ലെങ്കിൽ ക്രീം കളറിലാണ് കാണപ്പെടുന്നത്. ഇത് നോർമലായിട്ടുള്ള ഒരു സാഹചര്യത്തിലുണ്ടാവുന്ന പാലാണ് ഈ വൈറ്റ് കളറിലുള്ള മിൽക്ക്. അടുത്തത് നീല കളറിലുള്ള പാല് നമുക്ക് നോക്കാം. അതായത് ഈ കൊളസ്ട്രം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന പാല് ഇച്ചിരി ഒരു നീല കളറിലാണ് ഉണ്ടാവുക. ഒത്തിരി അങ്ങ് നീല കളറിലല്ല, ചെറിയൊരു തരത്തിൽ നീല കളറിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതിലൊത്തിരി വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള കാരണം ഇതൊരു നീല കളറിലായിട്ടാണ്, ഇളം നീല കളറിലായിട്ടാണ് കാണപ്പെടുക. അടുത്തത് നമുക്ക് ഓറഞ്ച് കളർ നോക്കാം. ഈ ഓറഞ്ച് കളർ ഉണ്ടാവാനുള്ള കാരണം ഇപ്പോൾ അമ്മ ഒത്തിരി ക്യാരറ്റ്, മത്തങ്ങ, മഞ്ഞൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്കിന് ഓറഞ്ച് കളർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും നോർമലായിട്ടുള്ളൊരു പാലാണ്. പിന്നെ ചിലവരുടെ പാല് പച്ച നിറത്തിൽ കാണപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ നന്നായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഡയറ്റ് എടുക്കും, അതായത് പ്രഗ്നൻസിക്ക് ശേഷം. അങ്ങനെയുള്ളവരുടെ പാലിന് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കാണുന്നത് സ്വാഭാവികമാണ്. അതും നോർമലാണ്. അടുത്തത് പറയട്ടെ, ചിലവരുടെ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള പാലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതായത് ഈ ബീട്രൂട്ട് അധികമായിട്ട് കഴിക്കുന്നവരില്ലേ, അവർക്ക് അവരുടെ പാല് ലൈറ്റ് പിങ്ക് കളറിൽ കാണപ്പെടും. പിന്നെ ചിലവരുടെ റെഡായിട്ടും കാണപ്പെടും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഈ നിപ്പിൾസ് ക്രാക്കായിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് മിക്സായിട്ട് ഒന്നല്ലെങ്കിൽ റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഒക്കെ കാണപ്പെടും. നിങ്ങൾ എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് നല്ല റെഡായിട്ട് വരികയാണ്, നിങ്ങളുടെ ബ്രസ്റ്റിന് നല്ല പെയിൻ ഉണ്ട്, നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾസിൽ നല്ല ക്രാക്കുകളുണ്ട്, സ്റ്റിൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ പോയി കണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബ്രസ്റ്റ് മിൽക്കിന് വരുന്ന കളേഴ്സ്. ഇതുകൊണ്ടാണ് ആ ബ്രസ്റ്റ് മിൽക്കിന് ആ കളേഴ്സ് വരുന്നത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് മിൽക്കിന് ഇങ്ങനത്തെ കളേഴ്സ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ഇമ്മി കെയറിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.